ഹായ്, വെൽക്കം ബാക്ക്. കുറച്ചധികം കാലമായിട്ടൊരു വീഡിയോ ചെയ്തിട്ട് ഏകദേശം 5 മാസങ്ങളായി. ചില കാരണങ്ങളെ കൊണ്ട് വൈകിച്ച് തന്നെയാണ്. പിന്നെ വീണ്ടും തുടങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് കൈ ആക്സിഡൻ്റായി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും വെറുതെ ഇരിപ്പാണ്. അതുകൊണ്ട് ഇതാണ് കറക്റ്റ് ടൈമായി തോന്നുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ വന്ന കാര്യം പറഞ്ഞാൽ ഒരു സിനിമയെ കുറിച്ചാണ്. തിയേറ്റർ റിലീസ് കഴിഞ്ഞ് OTT കഴിഞ്ഞ ദിവസം റിലീസായ കറുപ്പ് എന്ന സിനിമയെ പറ്റി. ആക്ച്വലി ഈ സിനിമ തിയേറ്ററിൽ വളരെയധികം മിസ്സായി പോയ സിനിമയാണെന്നാണ് എനിക്ക് ഈ OTT കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഈ തിയേറ്ററിൽ ഇതുപോലത്തെ സിനിമ കാണുമ്പോഴും ആ സിനിമ OTT കാണുമ്പോഴും വളരെയധികം വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഒരു ഇമ്പാക്റ്റ് OTT കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ ഒന്നും കൂടി ഇഷ്ടമാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ മെയിനായിട്ടും ഞാൻ ഈ സിനിമ കണ്ടത് സൂര്യയുടെ ഒരു സിനിമ ആയിട്ട് തന്നെയാണ്. ഒരുപാട് കാലമായിട്ടാണ് അദ്ദേഹത്തിന് ഇതുപോലൊരു വലിയൊരു വിജയം കിട്ടിയിട്ട്. ഈ പടത്തിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. ഗംഭീരമായിട്ടുണ്ട്. ഒരു എനർജി നല്ലതുപോലെ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. ഈ പടം തുടങ്ങി ഏകദേശം 3/4 മണിക്കൂറായ സമയത്താണ് അദ്ദേഹത്തിൻ്റെ എൻട്രി വരുന്നത്. അത് തൊട്ട് പിന്നെ അങ്ങോട്ട് മൊത്തത്തിൽ സൂര്യ പടം തന്നെ ആയിട്ടാണ് പടം മൊത്തത്തിൽ മാറുന്നത്. പിന്നെ ഇതുപോലൊരു പെർഫോമൻസിന് ഒരു ബലമായിട്ട് തന്നെ ഒരു മ്യൂസിക് അതും ഈ പടത്തിൽ ഏറ്റവും ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. സായി അഭ്യങ്കറാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ഒരു സീനിനെ ഏറ്റവും ഗംഭീരമായിട്ട് എലിവേറ്റ് ചെയ്യാൻ ഇതിന് മ്യൂസിക് പറ്റിയിട്ടുണ്ട്. മ്യൂസിക് ആയാലും ഇതിൻ്റെ പാട്ടുകളായാലും തന്നെ ഏറ്റവും നന്നായിട്ട് തന്നെയാണ് പടത്തിലെത്തിയിട്ടുള്ളത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് വിഷ്വൽ സൈഡാണ്. ഇത് ആക്ച്വലി ഒരു ഫാൻറ്റസി ടൈപ്പ് പടമാണ്. ഒരു കറുപ്പ് സ്വാമി കാണിക്കുന്ന ഒരുപാട് സീനുകളുണ്ട്. അല്ലാണ്ട് മൊത്തം വിഷ്വൽ ട്രീറ്റ് ഗംഭീരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവസാനത്തേക്ക് വരുമ്പോൾ കറുപ്പ് സ്വാമിയായിട്ടുള്ള സൂര്യയുടെ ഒരു ആക്ടിങ്ങും അതിൻ്റെ വിഷ്വൽ സൈഡും അതിൻ്റെ ഒരു മ്യൂസിക് സൈഡൊക്കെ ആകുമ്പോൾ ക്ലൈമാക്സ് ഒരു ഗംഭീര ഒരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പോലും ഏറ്റവും വീക്കായി തോന്നിയ ഒരു പാട്ട് ഇതിൻ്റെ എഴുത്ത് തന്നെയാണ്. ഒരു എഴുത്ത് ഭയങ്കര ക്ലീഷ കഥയാണ്. നമുക്കൊരു ഫാൻറ്റസി ടൈപ്പ് കഥയാണ്. ഒരു ഗോഡ് വേഴ്സസ് മാൻ അങ്ങനെ ഒരു ടൈപ്പ് സിനിമയാണ്. ഇവിടുത്തെ സിസ്റ്റം ഭയങ്കരമായിട്ട് ഫെയിലാകുമ്പോൾ ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് നമ്മൾ അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കുന്നു എന്ന രീതിയിൽ തന്നെ ഒരുപാട് കേട്ട് ഉള്ള ഒരു സ്റ്റോറി തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും എഴുത്തിലേക്ക് മൊത്തത്തിലെത്തുമ്പോഴും ഭയങ്കര വീക്കായി തോന്നും. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ സൂര്യയുടെ പോർഷൻ ഒരുപാട് എലിവേറ്റ് ചെയ്യുന്ന സീനുകളുണ്ടെങ്കിൽ പോലും കുറേ അവസാനത്തേക്ക് എത്തുമ്പോൾ ഭയങ്കരമായിട്ട് വീക്ക് നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഞാൻ ഫോൺ കണ്ടുകൊണ്ടാണോ എനിക്കറിയില്ല. പ്രത്യേകിച്ച് നല്ല അവസാനിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഒരു ഫീൽ എനിക്ക് തോന്നി. എന്താ ഉണ്ടാവും, എങ്ങനെയൊക്കെ ഉണ്ടാവും, ലോജിക്കൽ പ്രോബ്ലം അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രോബ്ലം എനിക്ക് അവസാനത്തേക്ക് എത്തുമ്പോൾ ഫീലായി. അതുകൊണ്ട് തന്നെ അവസാനത്തേക്ക് ഒരു സർപ്രൈസ് എൻട്രി വരുന്നുണ്ട്. അത് ഒരു ഇമ്പാക്റ്റ് കിട്ടാതായി പോയി. അത് ഈ എഴുത്തിൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ആ എഴുത്തും കൂടി ഒന്ന് സ്ട്രോങ് ആയിരുന്നെങ്കിൽ പടം അത്യാവശ്യം ഗംഭീരമായി തന്നെ ഒരു ഫീൽ OTT കാണുമ്പോഴും എനിക്ക് തോന്നാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. മെയിനായിട്ട് ഇതൊക്കെയാണ് കറുപ്പ് സിനിമയെ പറ്റി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ എന്നാലും ഇനിയും അടുപ്പിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ. ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്. അതിൻ്റെ റിവ്യൂ പോലെ ചെയ്യാൻ, അതുപോലെ റിവ്യൂ അല്ല, എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയാൻ മാത്രമുള്ള വീഡിയോ, അതുപോലത്തെ വീഡിയോസ് ഇനിയും ഉണ്ടാവും. അതുപോലെ സിനിമ അല്ലാണ്ട് മറ്റ് വിഷയങ്ങളും ചെയ്യണമെന്നുണ്ട്. ഏതായാലും വീഡിയോസൊക്കെ ഉടൻ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോസ് കാണുവരെ ബൈ. പറയേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ സൂര്യയുടെ ഒപ്പം തന്നെ ഒരു ഗംഭീരമായിട്ടൊരു മറ്റൊരു ആക്ടിങ് കൂടി നമുക്ക് കാണാൻ പറ്റി. നമ്മുടെ മലയാളി താരമായ ഇന്ദ്രൻസ്. മലയാളി താരം ഇന്ദ്രൻസ് അല്ലാണ്ട് ഒരുപാട് താരങ്ങളുണ്ട്. ഇന്ദ്രൻസിൻ്റെ ഒരു ക്യാരക്ടറാണ് പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒരു 3/4 മണിക്കൂറോളം കൊണ്ടുപോകുന്നത്. കിട്ടിയ ക്യാരക്ടർ ഗംഭീരമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ഇന്ദ്രൻസും അനഘയും ഒന്ന് പേര് ഇത്തിരി ഓർമ്മയില്ല. ഇന്ദ്രൻസിൻ്റെ മോളായിട്ട് കഴിച്ച ഒരു ആർട്ടിസ്റ്റ്. രണ്ടുപേരും ഗംഭീരമായിട്ട് തന്നെ ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. അവരുടെ ഒരു ക്യാരക്ടറിലാണ് പടം നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് കാണുന്നത്. അതുകൂടാണ്ട് തൃഷയുണ്ട്, പിന്നെ സ്വാസിക, പിന്നെ ഡയറക്ടർ തന്നെയായ RJ ബാലാജി, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. എല്ലാവർക്കും കിട്ടിയ ക്യാരക്ടർ ഗംഭീരമായി ചെയ്തു എന്നല്ലാണ്ട് കൂടുതൽ ഇമ്പാക്റ്റ് വരുന്ന ഒരു
ഒരു പെർഫോമൻസ് അടിക്കുമെന്നും പ്രത്യേകിച്ച് ഫീൽ ആയിട്ടില്ല. പ്രത്യേകിച്ച് ആർ.ജെ. ബാലാജി വില്ലൻ ഷെയ്ഡിൽ ഒന്നുകൂടി വേറൊരു ആളായിരുന്നെങ്കിൽ ഒന്നുകൂടി നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടിയാലെന്ന് തോന്നി. മൊത്തത്തിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടേണ്ട സിനിമയാണ്. OTT കാണുമ്പോൾ അതിൻ്റെതായ ഒരു ചെറിയൊരു കുഴപ്പങ്ങൾ ഫീൽ ചെയ്യും. ഒരു സൂര്യ പടം മൊത്തത്തിൽ അങ്ങനെ ഒരു രീതിയിൽ കണ്ടാൽ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഞാനൊരു സൂര്യ ഫാൻ കൂടിയാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തായാലും ഒരു സൂര്യയുടെ ഒരു ആക്ടിങ് കാണാൻ വേണ്ടി കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതല്ലാണ്ട് ഒരുപാട് കുഴപ്പങ്ങൾ പേഴ്സണലി ഫീൽ ചെയ്തു. ഈ എഴുത്തിൻ്റെ അടക്കം അത് മാറ്റി നിർത്തിയാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിനിമയാണ്.